ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇടുക്കി വ്ലോഗാണ്. നമ്മൾ ഇടുക്കിക്ക് പോകുന്ന കുറച്ച് കാഴ്ചകളും പിന്നെ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതൊരു സൺഡേ ആണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എഴുന്നേറ്റ് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ലേറ്റായിട്ട് പോയി കഴിയുമ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ എല്ലാവരുടെ അടുത്ത് സംസാരിക്കാനും ഒന്നും സമയം കിട്ടത്തില്ല. ഞങ്ങൾ പിറ്റത്തെ ദിവസം പിന്നെ നെക്സ്റ്റ് ഡേ തിരിച്ച് വരാനായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. കാരണം സൺഡേ മാത്രമാണ് ലീവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വെളുപ്പിന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. എൻ്റെ ബ്രദറും ഹസ്ബൻഡും ഞാനും കൂടെയാണ് പോകുന്നത്. എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ കാണാൻ വേണ്ടിയിട്ടാട്ടോ പോണേ. അവരുടെ അടുത്ത് പോയിട്ട് കുറേ നാളായി. നമ്മൾ അവരെ കണ്ടിട്ട് കുറച്ചധികം നാളായിട്ടോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ആയിരുന്നു പോയത്. ഞങ്ങളെല്ലാ വർഷവും ഇങ്ങനെ സമയം കിട്ടുന്നതൊക്കെ അനുസരിച്ച് 1, 2, 3 പ്രാവശ്യമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം തീരെ ടൈം കിട്ടുന്നില്ല. അതായത് ഓരോരുത്തർക്ക് എല്ലാവരും ജോലിക്കാരാണല്ലോ. അപ്പം എല്ലാവരുടെ ജോലിയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പം ഞങ്ങൾ വേറെ കുറേ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. ആ പ്ലാനൊക്കെ ഡ്രോപ്പായി പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ നല്ല മഞ്ഞും നല്ല മഴയും കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. ഹൈ റേഞ്ച് എന്നൊക്കെ പറയുമ്പം കുറച്ചും കൂടി തണുപ്പുള്ള സ്ഥലമാണല്ലോ. അപ്പം ഇപ്പം നമുക്കിവിടെ സഹിക്കാൻ പറ്റുന്ന തണുപ്പ് ഉണ്ടെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പം പോകുന്ന വഴിയിലുള്ള ആ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അത്ര വലിയ തണുപ്പായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏകദേശം ഒരു 7:30 7:15 ആയപ്പോഴത്തേക്കും നമ്മൾ വീടെത്തിയായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി വേഗത്തിലൊന്നുമല്ല പോയത്, പതുക്കെയാണ് പോയത്. പിന്നെ മഞ്ഞൊക്കെ കുഞ്ഞിയുടെ കാലം പോയി. കാരണം കുറേ ആയിട്ട് ഇരിക്കുവാണല്ലോ. അപ്പം അങ്ങനെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീടെത്തി കുറച്ച് സമയം സംസാരിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തു. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പോകുന്നതല്ലേ, ഭയങ്കര തലവേദന, ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ ആട്ടോ ഇത്. നല്ല രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിട്ടോ. ഇതിവിടുത്തെ ആമ്പൽക്കുളം കേട്ടോ. ആൻറ്റിയുടെ സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെയാണ്. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്തേക്ക് സൂം ചെയ്താലൊന്നും കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ജസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ മഴയുള്ളതുകൊണ്ടല്ലേ പുറത്തേക്ക് ഇറങ്ങാമായിരുന്നു. ജസ്റ്റ് ചെറിയൊരു മഴത്തുള്ളി ചാടിയാൽ പോലും ത്രോട്ടിന് പ്രശ്നവും ജലദോഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാക്സിമം കെയർ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ. പട്ടിക്കുഞ്ഞുണ്ട്. പട്ടിക്കുഞ്ഞല്ല, അമ്മയാട്ടോ. ഓക്കെ. അപ്പോൾ അതിനെയൊക്കെ കാണിച്ച് ഭയങ്കര ടയേർഡാണെന്ന് തോന്നുന്നു. രാവിലെ മഴയൊക്കെ അല്ലേ, ഇപ്പോൾ തണുപ്പടിച്ചത് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതവിടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കുറേ നേരമൊക്കെ ആയിട്ട് ഞാൻ നോക്കി, പക്ഷേ അനക്കമൊന്നുമില്ല. നമ്മളങ്ങനെ പരിചയമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങൾ ചെറുപ്പത്തിൽ വെക്കേഷൻ സമയത്തൊക്കെ ഞങ്ങളെപ്പോഴും വന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും എപ്പോഴും വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വെക്കേഷനൊക്കെ ഇപ്പോൾ 2 മാസമൊക്കെ അവധിയൊക്കെ കിട്ടുമല്ലോ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കസിൻസ് എല്ലാവരും കൂടെ വന്ന് അടിച്ച് പൊളിച്ച് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. ഞാനിന്ന് സ്കൂളൊക്കെ അടയ്ക്കണ സമയത്തൊക്കെ ആണെങ്കിലും ഇങ്ങോട്ടേക്കായിരിക്കും വരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ ആകുമ്പോൾ നല്ല വൈബൊക്കെ അല്ലേ. അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ സംസാരിക്കും ഇടയ്ക്ക്. ഇപ്പോൾ നമുക്കതൊക്കെ ഒരു മെമ്മറി പോലെയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഓർത്ത് വയ്ക്കാനായിട്ട് അന്നൊക്കെ ഫോണോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല.
പഠിക്കുന്ന സമയമല്ലേ. പിന്നെ പേരൻസിൻ്റെ കയ്യിലൊക്കെ ആണെങ്കിലും ചെറിയ കീപാഡ് ഫോണൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ എന്താ പറയുക, കുറേ ഓർമ്മകളൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവും. അപ്പം അന്ന് കുഞ്ഞു വീടായിരുന്നു. വീടെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയാണ്. പക്ഷേ ഈ മേളിലിട്ടേക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നാലും എല്ലാവരും കൂടെ വരുമ്പം ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇന്നിപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിയും കാര്യങ്ങളും അവരവരുടെ ലൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും കയറി വരുന്ന, അതായത് ഒരു ദിവസമൊക്കെ വന്ന് നിൽക്കുകയുള്ളൂ. ഒരു ദിവസം എന്ന് വെച്ചാൽ മിക്കവാറും തന്നെ ഞായറാഴ്ചയായിരിക്കും. ശനിയാഴ്ച രാത്രി വന്നാലും അങ്ങനെ വരും. പിന്നെ കുറച്ച് സംസാരിച്ചിട്ട് ഞായറാഴ്ച നിൽക്കും, തിങ്കളാഴ്ച രാവിലെ പോകും. അങ്ങനത്തെ ഒരു ഇതേ ആയി. അപ്പം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ പട്ടിക്കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ മേളിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. കാണാൻ എന്ന് പറയാൻ ജസ്റ്റ് അങ്ങനെ ഇടുക്കി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, കർഷകരും എന്താ പറയുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം സ്ഥലങ്ങൾ കൊക്കോ, റബ്ബർ, അങ്ങനെ ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോന്നു. ഇങ്ങനെ ചുമ്മാ പറമ്പിൽ കൂടെയൊക്കെ നടക്കാമെന്ന് പറയണത് നല്ല രസമാണല്ലോ. വല്ലപ്പോഴും ഒക്കെ കേട്ടോ, എപ്പോഴും അല്ല. അപ്പം മേളിലൊരു മീൻകുളം ഉണ്ട്. അപ്പോൾ അതിനകത്ത് മീനൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവനാണെങ്കിൽ ആങ്ങളെയാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം ഇങ്ങനെ കിടക്കും. അപ്പോൾ കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ച് മേളിൽ ചെറിയൊരു ഇതുപോലെ കുഞ്ഞൊരു തോട് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞുമാവനെയും കൊണ്ട് ഇങ്ങനെ വന്ന് അവൻ വെള്ളത്തിൽ കളിക്കണം, നല്ല രസമാണ്. അവനും ഞങ്ങളെല്ലാവരും കൂടെ കയറിപ്പോന്നു. ഞങ്ങൾ 4 പേരും കൂടെ കയറിപ്പോന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് കാലിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ അനക്കുന്നത് കണ്ടപ്പോൾ അവനും വരണം. എന്നിട്ട് പിന്നെ ഭയങ്കര ബഹളമായിരുന്നു. എന്നിട്ട് പിന്നെ അതിനകത്തോടെ പിന്നെ കുറേ നേരം നടത്തിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങിപ്പോന്നു. പിന്നെ ഇവിടെയുള്ളൊരു എന്താ പറയുക, പന്നിയുണ്ട്, പന്നി. അപ്പം അതിനെ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല രസം, ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ, എവിടെ എന്തെങ്കിലും കുഞ്ഞു സംഭവങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇത് പള്ളി കേട്ടോ, കത്തീഡ്രൽ പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ ആ മലയുടെ മേളിൽ പോയി നിന്നപ്പം ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ സൂം ചെയ്തപ്പോൾ നന്നായിട്ട് കണ്ടു. അപ്പം അത് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തതേ ഉള്ളൂ. ഈ വീഡിയോ ഞാനല്ല കേട്ടോ കൂടുതലായിട്ടും എടുത്തേക്കുന്നത്. ഈ ഫോണിനകത്ത് എടുത്തിട്ടുണ്ടെന്നുള്ളതല്ല, അതിനകത്ത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ. മീൻസ് ചെറിയ ചെറിയ ക്ലിപ്പാണെങ്കിൽ പോലും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിലിടുമ്പോൾ നമുക്ക് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നോക്കുമ്പം ഒരു മെമ്മറി ആയിട്ട്. അപ്പം അന്നൊക്കെ ചെറിയ സമയത്തൊക്കെ ഇങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നത് അതൊക്കെ ക്യാപ്ചർ ചെയ്ത് ഇടായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പം അന്നങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് കട്ടായി പോകുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ത്രോട്ടിൻ്റെ കുറച്ച് പ്രശ്നം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ കട്ടായി പോകുന്നത് കേട്ടോ, കട്ടാക്കി വിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ, ഇങ്ങനെ നമ്മുടെ കുറച്ച് മെമ്മറീസൊക്കെ എന്താ പറയുക, എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണെങ്കിലും അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും കാണുമ്പോഴൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുമല്ലോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എന്താ പറയുക, കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. എന്താ പറയുക, അതിനൊക്കെയാണല്ലോ നമ്മൾ വരുന്നത്, സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് നേരം നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അങ്കിളിൻ്റെ ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും എന്താ പറയുക, ഇന്നത്തെ ദിവസവും ഒക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വരാം. ഇനിയിപ്പോൾ എന്നൊന്നും അറിയത്തില്ല, എന്നാണെങ്കിലും നമുക്ക് കാണാം. അപ്പം ടേക്ക് കെയർ.